വേടനെതിരായ കേസിൽ, അതായത് റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പള്ളി കേസിൽ കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ സ്ഥലം മാറ്റിയെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട്. വിജയകുമാർ, ഈ വേടൻ കേസുമായി ബന്ധപ്പെട്ട വനം മേധാവി സമർപ്പിച്ച റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെ മറ്റ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നത്. ഈ ഘട്ടത്തിലാണ് ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വനംവകുപ്പിന് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ ശ്രീലങ്കൻ ബന്ധമടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറിയത്. ഇത് ഗുരുതര സർവീസ് ചട്ടലംഘനം എന്നാണ് വനംവകുപ്പ് വിലയിരുത്തൽ. ആ ജീവിതത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് ഒരാളും പോണ്ട, ഞാൻ പറഞ്ഞു ഒരാളും പോണ്ട, നിങ്ങൾ മാറുന്നേ. ഒരു മക്കളും കേടണ്ട, ഒരു മക്കളും കേടാൻ പറ്റില്ല, അത്രയും ഫുള്ളാണ് തന്നെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു മാധ്യമങ്ങളും ഇന്ത്യയിലായാലും കേരളത്തിലായാലും ലോകത്തായാലും കാണിക്കാത്ത കുറെ ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളിൽ പെട്ട ഒരുവനാണ് ഞാൻ. അതുകൊണ്ട് പുറന്തള്ളപ്പെട്ടവനാണ് ഞാൻ. പുറന്തള്ളപ്പെട്ടവനായിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വംശത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അല്ലെ, ഇപ്പം ഏതാണ് അടിമകൾ കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ എന്ന് ചോദിക്കുന്ന ഒരാളാണ് അയാൾ. അയാളുടെ കവിത തന്നെയാണ് എഴുതുന്നത്. അയാളുടെ അനുഭവത്തെ തന്നെയാണ് പകർത്തുന്നത്. ഇനിയും മുതുകുകൂനിയും തലകുനിച്ചും ഇനിയും എത്ര നാൾ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ സമൂഹത്തെ പിടിച്ചുലച്ചു. ആരാണ് വില്ല് വണ്ടിയിൽ തലപ്പാവം വെച്ച് വരുന്നത്? ആരാണ്? കേട്ടില്ല കേട്ടില്ല കേട്ടില്ല. ആരാണ് വില്ല് വണ്ടിയിൽ തലപ്പാവം വെച്ച് വരുന്നത്? അയ്യങ്കാളി അയ്യങ്കാളി അയ്യങ്കാളി. മോഹൻലാൽ ആനക്കൊമ്പല്ലേ പിന്നെ സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസിന്റെ കാര്യത്തിനകത്ത് എങ്ങനെയാണ് ഈ സർക്കാരും ഭരണകൂടവും പെരുമാറിയത്? എങ്ങനെയാണ് അദ്ദേഹത്തോടുള്ള അപ്രോച്ച് എന്തായിരുന്നു ഈ സമൂഹത്തിന്റേത്? എങ്ങനെയാണ് മോഹൻലാൽ പ്രിവിലേജഡ് ആകുന്നത്? വെളുത്തവനായതുകൊണ്ടാണോ, താരമായതുകൊണ്ടാണോ, ഉന്നത കുലജാതനായതുകൊണ്ടാണോ, ഉയർന്ന ജാതിക്കാരനായതുകൊണ്ടാണോ? സമൂഹം പരിശോധിക്കണ്ടേ? എന്ന് മാത്രമല്ലല്ലോ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ നെഞ്ചുവിരിച്ച് പിന്നെ നിരന്തരം അമ്പല സന്ദർശനം നടത്തുമ്പോൾ പിന്നെ പുലിനഖത്തിന്റെ മാലയുണ്ടായിരുന്നല്ലോ. എന്താണ് നമ്മളാരും അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോകാതിരുന്നത്? ജയറാം ഈ ചെണ്ട കൊട്ടുമല്ലോ, ചെണ്ട കൊട്ടുന്ന സമയത്ത് പുലിനഖത്തിന്റെ മാല ഇട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് അത് അന്വേഷിച്ചു പോകാത്ത ആളുകൾ എന്തുകൊണ്ടാണെന്നറിയാവോ? അതാണ് നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വേടന്റെ കേസിനകത്ത് സമൂഹം ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നുണ്ട്. ആ മനോഭാവം എന്ന് പറയുന്ന അപകടകരമായ മനോഭാവമാണ്. അത് പിന്നാക്കക്കാർക്കെതിരായിട്ടുള്ള, അധസ്ഥിതർക്കെതിരായിട്ടുള്ള, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, അന്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർക്കെതിരായിട്ടുള്ള ഒരു മനോഭാവമാണെന്നേ. അതുകൊണ്ട് പുരോഗമനപരമായ ഒരു സമൂഹത്തിൽ ചേർന്ന നീക്കങ്ങളല്ല വേടന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്ന നിലപാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ വേടനൊപ്പമാണ്, വേടന്റെ രാഷ്ട്രീയത്തിനൊപ്പം.